നമസ്കാരം. പശ്ചിമേഷ്യൻ യുദ്ധത്തിൽ ഇറാൻ വിജയിച്ചു എന്നാണ് ഭൂരിഭാഗം ഇസ്രയേൽക്കാരും വിശ്വസിക്കുന്നതെന്ന് സർവേ. അതായത് സർവേയിൽ പങ്കെടുത്ത 92.1% പേരും യുദ്ധത്തിൽ യുഎസും ഇറാനും ഇടക്കാല കരാറിന്മേലും മേൽക്കൈ നേടിയത് ഇറാനാണ്. യുഎസ്-ഇറാൻ ഇടക്കാല കരാറിൽ ജനം അതൃപ്തരാണ് എന്നാണ് സർവേ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. ജൂൺ 17 മുതൽ 20 വരെ 3644 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ഹീബ്രു യൂണിവേഴ്സിറ്റി ഓഫ് ജെറുസലേം അംഗം ഇൻസ്റ്റിറ്റ്യൂട്ട് സംയുക്തമായി സർവേ നടത്തിയത്. സർവേയിൽ പങ്കെടുത്ത 92.1% പേരും യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. 82.9% പേരും ഇസ്രയേലിന്റെ ദീർഘകാല സുരക്ഷിതത്വം ദുർബലപ്പെട്ടു എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട്. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രധാന പിന്തുണക്കാരായ വലതുപക്ഷ അനുയായികൾ 93.1% പേരും യുദ്ധത്തിൽ ഇറാൻ ജയിച്ചു എന്ന് വിശ്വസിക്കുന്നു. 63.2% പേരും യുഎസ്-ഇറാൻ ഇടക്കാല കരാറിൽ എതിർപ്പ് രേഖപ്പെടുത്തിയപ്പോൾ 12.1% കരാറിനെ പിന്തുണയ്ക്കുകയായിരുന്നു. 72.5% പേർ യുദ്ധത്തിലെ നേട്ടങ്ങളെക്കുറിച്ച് നെതന്യാഹു പറയുന്നതൊന്നും വിശ്വസിക്കുന്നില്ല എന്നും 56.4% പേർ അദ്ദേഹത്തിന്റെ യുദ്ധ നടത്തിപ്പ് പരാജയമായിരുന്നു എന്നും മോശമായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം ഇസ്രയേലും നെതന്യാഹുവും വരുത്തിയ രാഷ്ട്രീയ നഷ്ടക്കണക്കുകളിലേക്ക് വിരൽ ചൂണ്ടുന്നതായിരുന്നു എന്നാണ് സർവേ വ്യക്തമാക്കുന്നത്. മാർച്ച് 1 40.5% നെതന്യാഹുവിന്റെ പ്രധാനമന്ത്രി സ്ഥാനത്തിനുള്ള പിന്തുണ ജൂണിലായപ്പോൾ നേരെ താഴേക്ക് എത്തി 29.4% അപ്പാടെ കുറഞ്ഞു. എന്നാൽ ഹിസ്ബുള്ളയ്ക്കെതിരെ ലെബനിൽ ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടിക്ക് ഇസ്രയേൽ ജനതയുടെ പിന്തുണയുണ്ട് എന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. 48.1% പേർ ആക്രമണങ്ങളെ പിന്തുണയ്ക്കുകയും 21% പേർക്ക് മാത്രമാണ് എതിരഭിപ്രായമുള്ളത്. യുഎസും ഇസ്രയേലും ഫെബ്രുവരി 28 സംയുക്തമായി ഇറാനിൽ നടത്തിയ ആക്രമണമാണ് പശ്ചിമേഷ്യയെ തന്നെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ടത്. ഹിസ്ബുള്ള ഇസ്രയേൽ ആക്രമണം നടത്തിയതോടെ മാർച്ച് 2 ലെബനും യുദ്ധത്തിലേക്ക് ഏർപ്പെട്ടു. ഗാസയിലെ ആക്രമണങ്ങൾ അവസാനിച്ച ഉടൻ തന്നെ വീണ്ടും ഇസ്രയേൽ യുദ്ധത്തിനിറങ്ങിയതോടെ ജനങ്ങൾ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അന്ത്യം കുറിക്കാനുള്ള സമാധാന ചർച്ചകൾക്കിടെയായിരുന്നു ഖത്തറിൽ യുഎസ് മരവിപ്പിച്ച $6 ബില്യൺ ഇറാനിയൻ ഫണ്ട് വിട്ടു നൽകാൻ ധാരണയായതായി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ അറിയിച്ചത്. അമേരിക്ക ഇറാൻ പ്രതിനിധി സംഘങ്ങളുടെ ചർച്ചയിലാണ് തീരുമാനം ഉണ്ടായതെന്ന് പ്രാഥമിക കരാറിലെ വ്യവസ്ഥകൾ ഇറാന് അനുകൂലമാണെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ നീക്കങ്ങൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ അസ്വസ്ഥനാക്കിയിരുന്നുവെന്നും പെഷഷ്കിയാൻ പരിഹസിക്കുന്നുണ്ട്. എന്തായാലും അമേരിക്കയുടെ പ്രധാന ആശങ്ക ഇറാൻ ആണവായുധം നിർമ്മിക്കുന്നു എന്നതാണ്. എന്നാൽ ഇറാന് ബോംബ് നിർമ്മിക്കാൻ താല്പര്യമില്ല എന്ന് നേരത്തെ തന്നെ പലതവണ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത് രേഖാമൂലം അറിയിക്കാൻ തയ്യാറാണ്. എന്നിരുന്നാലും സമ്പുഷ്ടീകരണത്തിനുള്ള അവകാശം ഞങ്ങൾക്ക് ഉപേക്ഷിക്കില്ല എന്നും മറ്റുള്ളവർക്ക് ഈ അവകാശം അംഗീകരിക്കുകയല്ലാതെ മറ്റു മാർഗമില്ല എന്നും പെഷഷ്കിയാൻ വ്യക്തമാക്കുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ശ്രമങ്ങൾ വിജയിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും നൽകേണ്ടത് അത്യാവശ്യമാണ് എന്നും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസിയും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇറാന്റെ ആണവ ശേഖരത്തെക്കുറിച്ച് പൂർണ്ണ വിവരങ്ങൾ നൽകാനും പരിശോധനകൾക്ക് അനുമതി നൽകാനും നേരത്തെ അമേരിക്കയുടെ പിന്തുണയോടെ IAEA പ്രമേയം പാസാക്കിയിരുന്നു. ഇറാനും യുഎസും തമ്മിൽ, അതായത് ഇറാനും യുഎസും കൂടാതെ മധ്യസ്ഥരായ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും പ്രതിനിധികളും ചർച്ചകൾ പങ്കെടുക്കുന്നുണ്ട്. നിലവിലെ ചർച്ചകൾ മേഖലയിലെ സംഘർഷങ്ങൾക്ക് അയവ് വരുത്തും എന്നാണ് കണക്കുകൂട്ടൽ.